കേരള ഇൻസൈറ്റിൻ്റെ ബുക്ക് ടോക്ക് സീരീസിലേക്ക് സ്വാഗതം. ഇത്തവണ നമ്മൾ ചർച്ചക്കായിട്ട് എടുക്കുന്നത് ഒരു പ്രാദേശിക ചരിത്ര ഗ്രന്ഥമാണ്. നിലമ്പൂർ അറ്റ് 1921 എന്ന ഈ പുസ്തകം നിലമ്പൂരിൽ 1921 സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചരിത്ര വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു പുസ്തകമാണ്. മലബാറിൻ്റെ പ്രാദേശിക ചരിത്രം പലപ്പോഴും വിസ്മൃതിയിൽ പെട്ടുപോകുന്ന വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുള്ള കാലത്താണ് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ ചരിത്രവും അതിൻ്റെ പോരാട്ട ചരിത്രവും വളരെ ദീർഘമായിട്ടുള്ള പഠനങ്ങളിലൂടെ PAM ഹാരിസ് ഒരു പുസ്തകത്തിൽ കൊണ്ടുവരുന്നു. ദീർഘകാലം പത്രപ്രവർത്തകനായി പ്രവർത്തിച്ച അദ്ദേഹം നിലമ്പൂരിൻ്റെ ഒരു പുത്രനാണ്. അവിടെയാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് നിലമ്പൂരിൻ്റെ ചരിത്ര സ്മരണകൾ, പ്രാദേശിക സ്മരണകൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിരിക്കുന്ന ഈ പുസ്തകം കേരളത്തിൻ്റെ പഠന മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാവനയായിട്ടാണ് കാണുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം ഹാരിസ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളൊരു കാര്യം, ഈ 1921 എന്ന് പറയുന്ന മലബാർ കലാപവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ 100ാം വാർഷിക സമയത്താണ് താങ്കൾ ഈ പുസ്തകം കൊണ്ടുവരുന്നത്. ആ സമയത്ത് ഒരുപാട് പുസ്തകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ള പല പുസ്തകങ്ങളും ഉള്ളപ്പോൾ തന്നെ പുതിയ കുറേയേറെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. താങ്കളുടെ ഈ പുസ്തകത്തെ മറ്റ് പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എങ്ങനെയാണ് താങ്കൾ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്? നിലമ്പൂരിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഒരു ഫോക്കസിലാണോ, മറിച്ച് ഈ വിപ്ലവത്തിൻ്റെ ചരിത്രം എന്നതിൽ ഏതാണ് താങ്കളുടെ യഥാർത്ഥത്തിലുള്ള ഫോക്കസ്? യഥാർത്ഥത്തിൽ എൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ സംഭവിച്ച കാര്യമാണെങ്കിൽ പോലും 1921 നിലമ്പൂരിലെ ആളുകൾ വന്നിരുന്നു, കോവിലകം ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നത് കുട്ടിക്കാലം മുതലേ നമ്മൾ കേൾക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെ അത് കൂടുതൽ അന്വേഷിക്കണമെന്നോ അത് ഒരു പുസ്തകമായിട്ട് എഴുതണമെന്നോ അന്നൊന്നും ഏതാണ്ട് 10-50 കൊല്ലക്കാലം അവിടെ ജീവിച്ചിട്ടും എനിക്ക് തോന്നിയിട്ടില്ല. ഈ 100ാം വാർഷികം അപ്പോഴാണ് ഈ സംഭവഗതികൾ നമ്മൾ വായിച്ചതിൽ നിന്നും കേട്ടതിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായ ചില ആഖ്യാനങ്ങൾ അതിൽ വന്നത്. ഉദാഹരണമായി നിലമ്പൂർ കോവിലകത്തേക്ക് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിലെ ജനങ്ങൾ, അത് മാപ്പിളമാരായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും അവരുമായിട്ട് ഒരു നിലക്കും നിലമ്പൂർ കോവിലകത്തിന് ഒരു ക്ലാഷ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പൂക്കോട്ടൂര് അവിടെയുള്ള കുടിയാന്മാർ അവരുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ആ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ അത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കോവിലകത്തേക്ക് എന്ന് പറഞ്ഞാൽ കോവിലകത്തെ 6ാം തമ്പാനോ മറ്റോ തിരഞ്ഞാണ് അവർ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അവർക്ക് കിട്ടിയതില്ല. ഏതായിരുന്നാലും അവിടെ നിന്ന് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനെ തുടർന്നുണ്ടായ കുറച്ച് സംഭവങ്ങൾ. അപ്പോൾ ഇതാണ് നിലമ്പൂരിലുണ്ടായ ഏറ്റവും പ്രധാനമായൊരു സംഭവം. ഈ വന്ന ആളുകൾ ഏതാണ്ട് 2000 എന്ന് കണക്കുണ്ട്, 200 എന്ന് പറയുന്നുണ്ട്, പല കണക്കുകളുണ്ട്. ഏതായിരുന്നാലും ഈ വന്ന ആളുകൾ കോവിലകത്തേക്ക് ചെന്നു. കോവിലകത്ത് അവിടെ മാനവേദൻ രാജ എന്ന് പറയുന്ന ഇളയ രാജയാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനങ്ങളും കാർഷിക പ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ബന്ധമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നു. തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിച്ചെന്നു. ഇത് നമ്മുടെ ഇളയ തമ്പുരാനാണ്, ആരും പ്രശ്നം ഉണ്ടാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾ കേട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്തു. അതിനിടയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ, കോവിലകം കാവൽക്കാരനായി നിശ്ചയിച്ച ഒരാൾ, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്ന ഈ ആളുകളുമായിട്ടുള്ള സംഭാഷണം നടത്തുമ്പോൾ അദ്ദേഹം വൃത്തിയേടനാണ്. അദ്ദേഹം കുളിക്കാൻ പോയതാണ്. കുളിച്ചു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന തോക്കെടുത്ത് അദ്ദേഹം ഈ മടങ്ങി പോകുന്ന ആളുകളുടെ നേരെ വെടിവെച്ചു. അത് സ്വാഭാവികമായിട്ടും അവരെ പ്രകോപിതരാക്കി അവരെ തിരിച്ചടിച്ചു. 18ഓളം ആളുകൾ അതിൽ മരിച്ചു. അതിലൊരു കുട്ടിയുണ്ട്. പലയിടത്തായിട്ട് ഒരു ക്രമമില്ലാത്ത രീതിയിൽ അത് അക്രമമാണ്. അപ്പോൾ എന്തായിരുന്നാലും ആ പ്രശ്നത്തോടു കൂടി അവർ തിരിച്ചു പോവുകയും ചെയ്തു. ഈ ഒരു വെടിവെച്ച ആളെ ഇദ്ദേഹത്തെ വളരെ വലിയ പുണ്യവാളനാക്കി, ഇദ്ദേഹത്തെ ഭഗവതി ആവാഹിച്ചു എന്നൊക്കെയുള്ള രൂപത്തിൽ അതിനെ ചിത്രീകരിക്കുകയും അത് ഒരു ഹിന്ദു മുസ്ലിം സംഘർഷത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ കൊണ്ടുപോയി. അപ്പം അത് ഞാൻ അന്വേഷിക്കുമ്പോഴാണ് ഈ ഇദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല കോവിലകവുമായി എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് ഇദ്ദേഹം കോവിലകം അവിടെ നിശ്ചയിച്ച കാവൽക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. ആ കാവൽക്കാരെ സംബന്ധിച്ച് പിന്നീടുള്ള ഒരു കോടതി വിധിയിൽ പറയുന്നുണ്ട്, വൈകുന്നേരം ആയാൽ അവരെടുത്തുനിന്ന് തോക്കും മറ്റു സാധനങ്ങളൊക്കെ കോവിലത്തേക്ക് വാങ്ങി വെക്കും. കാരണം ഇവരെ ഉറങ്ങിപ്പോയെങ്കിലോ അതുപോലെ ഇവരുടെ അടുത്ത് മറ്റാരെങ്കിലും തട്ടിപ്പറിച്ച് പോയെങ്കിലോ. അപ്പോൾ അത്രയും ക്വാളിറ്റിയുള്ള ഒരു കാവൽക്കാരാണ്. അപ്പോൾ എന്തായിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സംഭവം, ഈ ഒരു സംഭവത്തെ വ്യാഖ്യാനം മാറ്റിയിട്ട് അദ്ദേഹം 8-9 മാപ്പിളമാരെ വെട്ടി തള്ളി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള
എന്നുള്ള രൂപത്തിലേക്ക്. നേരെ മറിച്ച് അവിടെ സംഭവിച്ചത് അന്ന് ബ്രിട്ടീഷുകാരനായ ഒരാളുടെ സഹായത്തോടു കൂടി വിദ്യാഭ്യാസം നേടിയ ഫോറസ്റ്റ് വകുപ്പിൽ ജോലി ചെയ്തിരുന്ന ഒരു മാന്യതയുണ്ട്. അദ്ദേഹത്തെ AK കൊണ്ടൂർ, ഇങ്ങനെ പല ആളുകൾ അദ്ദേഹത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. പിന്നെ സെയ്തലവി എന്നാണ് അയാളുടെ, സെയ്താലി എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഡയറി കുറിപ്പുകളുണ്ട്, ഞാനത് കണ്ടതാണ്. അദ്ദേഹം എഴുതി വെച്ച കുറിപ്പുകളിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അന്ന് സംഭവിച്ച കാര്യങ്ങൾ. അവിടെ ഈ ആളുകളെ ജഡങ്ങൾ അവിടെ കിടന്നു. പിന്നീട് മാനവേദൻ രാജ അവിടുത്തെ കുറച്ച് മാപ്പിളമാരുണ്ടായിരുന്നു. അവർ വന്ന് കണ്ട് നിങ്ങൾ കൂടി സഹായിക്കണമെന്ന് പറഞ്ഞ് നിലമ്പൂർ പരിസരത്തുള്ള കുറേ സ്ഥലങ്ങളിൽ നിന്ന് അവർ ആളുകളെ കൊണ്ടുവന്നിട്ടാണ് ഈ ജനങ്ങൾ സംസ്കരിക്കുന്നത്. അത് അതിനുശേഷം ഈ പ്രശ്നം രൂക്ഷമാവും. പിന്നീട് കുഴപ്പങ്ങളുണ്ട് അവിടെ, പിന്നീട് കുഴപ്പങ്ങളുണ്ടതായിട്ട് രേഖകളില്ല. പക്ഷെ പിന്നീട് കുഴപ്പങ്ങളുണ്ടാകുമെന്ന് കോവിലത്തെ ആളുകൾ ഭയപ്പെടുമ്പോൾ ഈ നിലമ്പൂരിലും പരിസരങ്ങളിലും ഒക്കെയുള്ള കോവിലകവുമായിട്ട് നല്ല ബന്ധമുള്ള മാപ്പിള പ്രമാണിമാർ തന്നെയാണ് അവരെ ഇവിടെ നിന്ന് നിലമ്പൂരിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അവരെ ഈ തോണികളിൽ, അതുപോലെ തെരപ്പം എന്ന് പറയുന്നത് ഇതിലൊക്കെ കൂടിയായിട്ട് അവരെ ഇവിടെ നിന്ന് ഏതാണ്ട് ചെറുവണ്ണൂർ ബേപ്പൂർ ഭാഗത്തേക്കൊക്കെ എത്തിച്ചിട്ട് അവരെ രക്ഷപ്പെടുത്തുന്നത്. ഈ രക്ഷപ്പെടുത്തിയത് ഇവിടുത്തെ ഇപ്പോഴും അവരുടെ പിൻഗാമികളുണ്ട്. അത് എരഞ്ഞിക്കൽ എന്ന് പറയുന്ന കുടുംബക്കാരാണ്. ഈ എരഞ്ഞിക്കൽ കുടുംബക്കാർക്ക് നിലമ്പൂർ കോവിലകം നിരവധി ഭൂമിയും നിരവധി ആനുകൂല്യങ്ങളും മറ്റുമൊക്കെ. എത്രത്തോളം എന്ന് വെച്ചാൽ നിലമ്പൂർ മാനവേദൻ രാജയാണ് നിലമ്പൂർ ഹൈസ്കൂൾ ആരംഭിച്ചത്. ഈ ഹൈസ്കൂളിൽ അന്ന് തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് ഉണ്ട്. ഈ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സിൽ അഡ്മിഷൻ എന്ന് പറയുന്നത് വളരെ ഒരു പ്രിവിലേജ്ഡ് സംഭവമായിരുന്നു. ഈ എരഞ്ഞിക്കൽ കുടുംബത്തിലെ ആളുകൾക്ക് ആ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ് വേണമെന്ന് പറഞ്ഞാൽ അത് ുള്ള പ്രവേശനം അതൊരു ക്വാളിറ്റിയാണല്ലോ. അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളുകൾ, മുതിർന്ന ആളുകൾ അവരെ അനുസ്മരിക്കുന്നുണ്ട്. അവരുടെ കല്യാണത്തിന് കോവിലത്തുനിന്നുള്ള ആളുകൾ വരികയും ഇങ്ങനെ വളരെ രമ്യമായ ഒരു നിലക്കുള്ളൊരു പകയോ വിദ്വേഷമോ ഒന്നും ഇല്ലാത്തൊരു സൗഹൃദമാണ് നിലമ്പൂരിൽ നിലനിന്നത്. അപ്പൊ അത് എടുത്ത് കാണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി. അല്ല, അതില് ഇപ്പം സമീപകാലത്ത് ഇത് ഒരു 100 കൊല്ലമായപ്പോഴ് 50 കൊല്ലത്തായ സമയത്ത് വലിയ സംഘർഷങ്ങളൊന്നും ഉണ്ടാക്കാൻ ആരും ശ്രമിച്ചിരുന്നില്ല. ഒരു സംഘർഷങ്ങളുടെ അന്തരീക്ഷം അവിടെ ഉണ്ടായില്ല. 75 ആയപ്പോഴും അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ. 100ാം വാർഷികമായപ്പോഴേ ആകെ ചരിത്രത്തിൽ ഒരു വലിയൊരു പുതിയ കാഴ്ചപ്പാട് കയറുന്നു. എനിക്ക് തോന്നുന്നത് പല ആളുകൾ, ഇപ്പോൾ ഈ ഹാംലെറ്റ് റാം എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആളുകള്, പിന്നെ ഒരു പക്ഷേ അതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളതെന്ന്, അതുപോലെ തന്നെ വേറെ പലരും ഈ വിഷയത്തെ വളരെ ഗൗരവമെടുത്തുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങളെ ഒരു ഹിന്ദു വിരുദ്ധ സമീപനം എന്ന മട്ടിൽ പ്രസരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് രാഷ്ട്രീയമായ കാരണം കഴിഞ്ഞ 50, 60, 70 കൊല്ലമായിട്ട് ഇല്ലാത്തൊരു സംഗതി ഇപ്പൊ വരുന്നത് എന്തുകൊണ്ട്? നിലമ്പൂരിന്റെ ചരിത്രത്തിൽ നിന്ന് ആളുകൾ മറഞ്ഞു പോയതാണോ? ഈ ചരിത്രം തന്നെ നമ്മൾ മറന്നു പോയത് കൊണ്ടാണോ? അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയപരമായിട്ട് താല്പര്യങ്ങൾ അവിടെ വരുന്നത്? എന്താണ് താങ്കളുടെ ഒരു നിരീക്ഷണം? ഇതിലുള്ള സംഭവം നിലമ്പൂർ കോവിലത്തെ സംബന്ധിച്ചിടത്തോളം ബഹുഭൂരിപക്ഷം ആളുകൾ ഇപ്പോഴും വളരെ രസപ്പെടുകയാണ്. കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് ഈ 100ാം വാർഷികത്തിന്റെ ആ സമയത്ത് ഒരു റേഡിയോ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് നിലമ്പൂർ കോവിലത്തിന്റെ പ്രതിനിധിയെ വിളിച്ചിരുന്നു. ഞാൻ എൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ പറയാൻ സമ്മതിക്കാത്ത വിധത്തിൽ നീ അതല്ലെങ്കിൽ പൂർവികർ പറഞ്ഞ് കേട്ട നീ അവിടെ നിൽക്ക്, ഞങ്ങൾ കേട്ടത് പറയട്ടെ, ഞങ്ങൾക്ക് തോന്നിയത് പറയട്ടെ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ നിശബ്ദരാക്കിക്കൊണ്ടാണ് മറ്റുള്ള സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. അല്ല, വേറെ രസം അറിയൂ, ഈ വലിയ ശക്തമായിട്ട് ഇപ്പൊ ഈ അതൊരു വർഗീയ കലാപം പറയാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ആരും നിലമ്പൂരായിട്ട് ബന്ധമില്ല. മിക്കവാറും ആളുകൾ തൃശ്ശൂരിനപ്പുറത്ത് എറണാകുളത്തിനപ്പുറത്തുള്ള ആളുകളാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നിലമ്പൂരുകാർക്ക് ഒരു പരാതിയില്ല, നിലമ്പൂരുകാർക്ക് അങ്ങനെ ഒരു ചരിത്രപരമായ അനുഭവമില്ല. അപ്പൊ ഞങ്ങളുടെ നാട്ടിലുള്ള സ്ഥിതി, ഞങ്ങളുടെ നാട്ടുകാർക്ക് അറിയാത്ത സംഗതികൾ, പിന്നെ ചരിത്രാനുഭവങ്ങൾ പുറത്തുള്ള ആളുകൾ കൊണ്ടുവരികയാണ്, നമ്മുടെ തലയിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഈ സംഭവ വികാസങ്ങളെ പിന്നെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്, വിലയിരുത്തേണ്ടത്? ഇത് വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ നാട്ടിൽ സമാധാനത്തോടു കൂടി ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് ഈ 100ാം വാർഷികത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ചില ആളുകൾ ആസൂത്രിതമായിട്ട് ചില കുടുംബങ്ങളെ ചെന്ന് കണ്ട് നിങ്ങൾ പൊതുവെ അന്നത്തെ ആളുകളിൽ ഈ ദുരിതം അനുഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പിന്മുറക്കാരായിട്ട് ഞങ്ങൾ എന്ത് എന്ന് പറഞ്ഞു വരാൻ അധികം ആളില്ല. അപ്പൊ ഈ ചില കുടുംബങ്ങൾ ചെന്നുകൊണ്ട് നിങ്ങൾ അതിലെ ഇരകളാണ്, ഇരകളുടെ പിൻഗാമികളാണ് എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമം ഇവിടെ പ്ലാൻ ചെയ്തിരുന്നു. കൊറോണ കാരണം അത് അത്തരത്തിലുള്ള പദ്ധതികൾ ഇവിടെ നടക്കാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഉദാഹരണമാണ് ഈ നിലമ്പൂരിലെ സംഭവം പോലെ തന്നെ എന്നെ ഇതിലേക്ക് പ്രേരിപ്പിച്ച സംഭവമാണ് ഈ തൂരിനെ സംബന്ധിച്ചിടത്തോളം ആ കിണറിൽ മുമ്പ് നിരവധി ആളുകളെ വെട്ടിയിട്ടിട്ടുണ്ട്. അതിപ്പോ പിന്നെ ഈ 896 മണ്ണാർക്കാട് ഭാഗത്ത് നടന്ന
ആ ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ മരിച്ച ആളുകളുടെ പിന്നെ മൃതദേഹങ്ങൾ കൊണ്ടുവന്നിട്ട് തങ്ങാടിപ്പുറത്തും പിന്നെ ഈ ബന്ധനൊക്കെയാണ് MSP ക്യാമ്പിലുള്ള കിണറിൽ ഈ മൃതശരീരങ്ങൾ ഇങ്ങനെ പഴയ ഭാഗത്ത് കിണറിലിട്ടിട്ടുണ്ട്. മോട്ടർ കിണറ്റിൽ അത് കളയുക എന്ന് പറയുന്നത് അവരുടെ ഒരു രീതിയായിരുന്നു ബ്രിട്ടീഷുകാരുടെ. അപ്പൊ ഇത് അന്നത്തെ ഒരു നാട്ടുകടപ്പായിരുന്നു എന്ന് തോന്നണം. കാരണം എന്താ വെച്ചാൽ ഈ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് തൂര് കിണറിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 38 ആളുകളെ കൊന്നു എന്നാണ് പറയുന്നത്. ഈ 38 ആളുകളിൽ മാധവനാർ എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം ചെന്നിട്ട് 20 തലകൾ എണ്ണി എന്നാണ്. ഇപ്പോഴത്തെ കാലത്ത് ബൈനോക്കുലർ ഉപയോഗിച്ച് പോലും ഒരു മുട്ടക്കണത്തിൽ നിന്ന് 20 തലകളൊക്കെ എണ്ണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായിരുന്നാലും അവിടെ 8 ആളുകൾ മരിച്ചിട്ടുണ്ട്, 8 ആളുകളെ കൊന്നിട്ടുണ്ട്. അതിൽ 2 പേരും മാപ്പിളമാരാണ്. ഈ 8 ആളുകളുടെ പേരുകൾ ലഭ്യമാണ്. 38 ആളുകൾ ഒരു ഗ്രാമത്തിൽ വേറെ എവിടെ നിന്നും കൊണ്ടുവന്നാൽ ആ ഗ്രാമത്തിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കൾ ബാക്കിയുള്ളവർ അവിടെ ഉണ്ടാവില്ലേ? ഇതാണ് ഞാൻ അന്വേഷിച്ചത്. അപ്പോൾ തൂര് ഭാഗത്ത് അങ്ങനെ ഒരു പ്രശ്നമില്ല. തൂരിലെ അവരുടെ ശങ്കരൻ എന്നോട്ട് വില്ലേജ് ഓഫീസർ തൂരിൽ നിന്ന് മാപ്പിളമാരെ പേടിച്ച് കോഴിക്കോട്ടേക്ക് രക്ഷപ്പെടുന്നുണ്ട്. ഇദ്ദേഹമാണ് പിന്നീട് വന്നിട്ട് കുറേ ആളുകൾ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്, പരാതി കൊടുക്കുന്നത്. പക്ഷെ അദ്ദേഹം പോലും ഈ ആളുകളുടെ പേര് പറയുന്നില്ല. വില്ലേജ് ഓഫീസറായിരുന്ന ആളുകൾ പോലും എൻ്റെ വില്ലേജിലെ നിന്ന ആളുകൾ മിസ്സായിരിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊന്നതാണ് എന്ന് അവർ പറയുന്നില്ല. ഇത് കൊളോണിയൽ ചരിത്രത്തിൽ വളരെ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഉദാഹരണം ഗോപാലൻ നായർ എന്നിട്ടാണ് ഒരാളാണ്. അദ്ദേഹം ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു, ബ്രിട്ടീഷുകാരുടെ ചിറ്റൂര് ശങ്കരൻ നായരുടെ അദ്ദേഹമാണ് ആദ്യത്തെ ഒരു ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒരു ചരിത്രം എഴുതി കൊണ്ടുവന്നത്. അതിൽ അദ്ദേഹം പല സ്ഥലത്തും പുതിയ കിണറുകൾ ഉണ്ടാക്കുന്നുണ്ട്, കിണറുകളിൽ ആളുകളുടെ ജീവശേഖരങ്ങൾ കണ്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൽ പലതും വസ്തുതകളുമായിട്ട് ഒട്ടും നിരക്കാത്തതാണെന്നുള്ളതാണ് സത്യാവസ്ഥ. പക്ഷെ ഇതിനകത്ത് മറുഭാഗമില്ലേ? ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ ഈ സമരം നടത്തുന്ന സമയത്ത് നിലമ്പൂരിലായാലും ശരി മറ്റു പ്രദേശങ്ങളിലായാലും ശരി സമരം നടത്തുന്ന സമയത്ത് അതിന് മാപ്പിളമാരെ മാത്രം ഒരു സമരമായിരുന്നു. ഉദാഹരണത്തിന് പന്തല്ലൂർ താമി എന്നിട്ട് ഒരാളെ കഥാപാത്രം, പന്തല്ലൂർ ആ പ്രദേശത്തുള്ള ആളാണ്. അതുപോലെ തന്നെ ഒരു ശങ്കരൻ നമ്പി, എന്തുകൊണ്ട് ആക്ച്വലി എന്തുകൊണ്ടാണ് ഈ ഒരു ചരിത്രം, അതായത് മറ്റു സമുദായങ്ങളിൽപ്പെട്ട പ്രത്യേകിച്ച് കീഴാട സമുദായങ്ങളിൽപ്പെട്ട ഒരുപാട് പേര് ഈ സമരത്തിന്റെ ഭാഗമായിരുന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ പുസ്തകത്തിൽ നിങ്ങൾ കുറെ കൊണ്ടുവരുന്നുണ്ട്. എത്രത്തോളം ഈ ഒരു പുതിയ ആംഗിൾ എന്നുവെച്ചാൽ ഈ സമരം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല മറ്റു പല സമുദായങ്ങളിൽപ്പെട്ട ആളുകളും അതിശക്തമായിട്ട് പങ്കെടുത്ത ഒന്നാണ് എന്ന് തെളിയിക്കുന്ന വസ്തുതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് ഈ പുസ്തകത്തിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ സമരത്തിന് സമരത്തിന് നേതൃത്വം നൽകിയ മാപ്പിളമാരല്ലാത്ത നേതാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് 10-12 ആളുകളുടെ അവരുടെ ലഘു ജീവചരിത്രം വെച്ചുകൊണ്ട് നമ്മളത് പിന്നെ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട്. അതൊരു അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ പലയിടത്തായിട്ട് കുടുംബങ്ങളിൽ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് കുറച്ചൊക്കെ ഉണ്ട്, ചിലതൊന്നുമില്ല. ഇപ്പൊ നിലമ്പൂരിൽ തന്നെ മരിച്ച ഒരാളാണ് മഞ്ചേരിയുള്ള ഒരു കൃഷ്ണൻ നായർ. ബ്രിട്ടീഷുകാരായിട്ടുള്ള പോരാട്ടത്തിൽ മരിച്ച ആളാണ്. ഒരു ഗുമസ്തനായിരുന്നു, വക്കീൽ ഗുമസ്തനായിരുന്നു മഞ്ചേരിയിൽ. നിലമ്പൂരിൽ ഉള്ള ഒരു പോരാട്ടത്തിലാണ് മരിച്ചത്. ഇതുപോലെ തന്നെ പാണ്ടിക്കാട് കളത്തിലുള്ളതാണ് നമ്പീഷന്മാർ 2 പേര്. അവരുടെയൊക്കെ പിൻഗാമികളുണ്ട്. വാര്യംകുന്നത്തിന്റെ ഒരു പിന്നെ സെക്രട്ടറിമാര് വർക്ക് ചെയ്ത ഒരാളുണ്ടല്ലോ, അതാണ് കൃഷ്ണനായർ. അദ്ദേഹമാണ് ഈ രേഖകളൊക്കെ മലയാള രാജ്യത്തിന്റെ രേഖകളൊക്കെ തയ്യാറാക്കി. അദ്ദേഹമാണ് വെടികൊണ്ട് മരിച്ചു. അതെ, ബ്രിട്ടീഷുകാരായിട്ടുള്ള പോരാട്ടത്തിൽ മരിച്ചാണ്. അതുപോലെ തന്നെ ഈ പിന്നെ വളരെ ഞാൻ എൻ്റെ പുസ്തകത്തിൽ പ്രത്യേകമായി ശ്രദ്ധിച്ച ഉൾപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ തുവൂരിന്റെ കാര്യം പറഞ്ഞതുപോലെ 38 ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പിൻഗാമികൾക്ക് അതിനെക്കുറിച്ച് അവർ പറയണം. ഇങ്ങനെ ഞങ്ങളുടെ ജ്യേഷ്ഠൻ, സഹോദരൻ അല്ലെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും പറയാനുണ്ടാവും. ഞാൻ അതിനൊരു ഉദാഹരണമായിട്ട് എടുത്തത് വാഗൺ സംഭവമാണ്. വാഗണിൽ 70 ആളുകൾ മരിച്ചു. വാഗണിൽ 70 ആളുകൾ മരിച്ചു. ഇതിൽ 66 പേര് മാപ്പിളമാരാണ്. അവരെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളുണ്ട്. 4 പേര് മാപ്പിളമാരല്ല. ഈ 4 ആളുകളെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഞാൻ തൃക്കലങ്കോട് പോയി. അവിടെ ഈ 4 പേരും തൃക്കലങ്കോട്ടുകാർ, മഞ്ചേരി അവരെ പിടികൂടിയതാണ്. സമരത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ഭാഗങ്ങളൊക്കെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും 2 പേര് കൃഷിക്കാരാണ്. അന്ന് ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുത്തിരുന്ന അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള കൃഷിക്കാരാണ്. ഈ 2 പേരെ കുറിച്ച് അവർ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. ഈ 2 പേരെ കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങൾ അവരുടെ കുടുംബങ്ങൾ അവരുടെ ബാക്കിയുള്ളത് കൃത്യമായിട്ട് കിട്ടി. മറ്റൊന്ന് ഇപ്പോൾ അതിനുശേഷം പുസ്തകം പുറത്തിറങ്ങിയതിനു ശേഷമാണ് എനിക്ക് കിട്ടിയത്. അത് പിന്നെ ഈ
മൂന്നാമത്തെ ആളെ കുറിച്ച്. നാലാമത്തെ ഒരാളുടേത് അത് റസാക്കിന്റെ പുരയിൽ അത് റസാക്കിന്റെ പുരയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് തന്നെ അവിടെ എവിടെ അന്വേഷിച്ചു ഇങ്ങനെ ഇത് കിട്ടി. അതല്ല, അത് മുമ്പ് ഏതോ ഒരു ലിസ്റ്റിൽ ഇത്. പിന്നെ എനിക്ക് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലെ മറ്റും സമർപ്പിച്ച ഒരു റിസർച്ച് തീസിസ് റെഫർ ചെയ്തപ്പോഴാണ് ഇത് കിഴക്കിന്റെ പുരയില്ല, കിഴക്കിന്റെ ആരോ ടൈപ്പ് ചെയ്ത 6 കെ എന്നതിന് 6 ടൈപ്പ് ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ റസാക്കിന്റെ പേര് ഗവേഷണ പ്രബന്ധങ്ങൾ പോലും നമ്മുടെ ഔദ്യോഗികമായ ഗവേഷണ പ്രബന്ധങ്ങളിൽ ഈ വേഗൻ ട്രാജഡി സ്മരണിക എന്നൊക്കെ പറഞ്ഞ ആധികാരിക കൃതികളാണ് വളരെ പാടുപെട്ടുണ്ടാക്കിയത്. അവയിൽ പോലും പ്രൊഫസർമാരുടെയൊക്കെ പുസ്തകങ്ങളിൽ പോലും ഒക്കെ കാണുന്നത് ഈ കിഴക്കിന്റെ പുരയിൽ എന്നുള്ളതിന് പകരം റസാക്കിന്റെ പുരയിലാണ്. അപ്പൊ അത് ഇനിയിപ്പോ അടുത്തൊരു അന്വേഷണം സ്വഭാവമാണത്. നേരത്തെ ഒരാൾ എഴുതി വെച്ചത് മണ്ടത്തരമാണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത്, വസ്തുതകൾ അന്വേഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. ഇത് മൂന്നാമത്തെ ആള്. നാലാമത്തെ ആള് അദ്ദേഹം ഒരു തട്ടാൻ സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ബാക്കിയുള്ളവർ പിന്നീട് കണ്ടെത്തി. കാരണം CPI നേതാവായിരുന്ന ടി കുഞ്ഞുണ്ണി ഉണ്ടായിരുന്നു നിലമ്പൂർ ബേസിൽ. അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പുകളുണ്ട്, അദ്ദേഹം മുമ്പ് 60കളിൽ എഴുതി വെച്ചത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ലക്ഷ്മിയുടെ ഭർത്താവായിരുന്നു അദ്ദേഹം. ഇദ്ദേഹത്തിന്റെ മാപ്പിള ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം കൊണ്ടുപോയി വേഗം മരിച്ചു. ലക്ഷ്മിയെ നമ്മൾ മലപ്പുറത്തേക്ക് വേറെ 2ാം കല്യാണം കഴിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഇതിന്റെ തുടക്കത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഈ കോവിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. പക്ഷെ അതിനുശേഷവും അതിനു മുമ്പുമായിട്ട് യഥാർത്ഥത്തിൽ ഈ സമരവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി സംഗതികൾ നിലമ്പൂരിലായിട്ട്, ഉദാഹരണത്തിന് ഈറ്റന്റെ സംഭവം, ഈറ്റൻ പുല്ലങ്കോട് സ്റ്റേറ്റിൽ അതിന്റെ പേര്, അവിടെയാണ് ആദ്യത്തെ സംഭവം ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുമുതൽ പിന്നീട് വാര്യകുന്നത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് അത് മാറുന്നു. വാര്യകുന്നതിനെ പിടികൂടുന്നത് അവിടെ വെച്ചിട്ടാണ്. അപ്പൊ ഇത്തരം സംഗതികളിൽ ഇടപെട്ട ആളുകൾ, ഇത്തരം ചരിത്രപരമായ അനുഭവങ്ങളുള്ള ആളുകൾ, അവരെയൊക്കെ നിങ്ങൾ കാണുകയും അവരുടെ അനുഭവങ്ങൾ റെക്കോർഡ് ചെയ്യുകയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഈ ഈറ്റൻ കൊല്ലപ്പെടുന്നത് ഈറ്റൻ കാളികാവ് പുല്ലങ്കോട് ഭാഗത്ത് കേരള എസ്റ്റേറ്റിലുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവിടെ നമ്മൾ അന്വേഷണത്തിൽ കിട്ടിയത് ആ പൊതുവെ തൊഴിലാളികളുമായിട്ട് വളരെ തൊഴിലാളികളെ ദ്രോഹിച്ചിരുന്ന ഒരു മാനേജറായിരുന്നു എന്നാണ്. വേറെ 2 പേരെ കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അവരെ തൊഴിലാളികളൊന്നും ചെയ്തിട്ടില്ല. അവർ പൊതുവെ ഈ തൊഴിലാളികളായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളുകളാണ്, ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരൻ എന്നുള്ളതിലേറെ തൊഴിലാളി അപ്പം അതൊന്നും ആരാധന എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ അടിക്കുന്ന ഓരോരുത്തരും അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ അടിച്ചത്. അതിനാണ് സാധ്യത. അപ്പൊ ഏതായിരുന്നാലും ആ കേസിൽപ്പെട്ട ആളുകളുണ്ട്, അവരുടെ ജീവിച്ചിരിക്കുന്ന ഈ പിന്തുണയിൽപ്പെട്ട ആളുകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പൊ അവര് അതില് ചോക്കാട് ഭാഗത്തെ ഈ ആജിയുടെ വാര്യകുന്നന്റെ നേരെ ഒരു കണനറ്റ് എന്ന് തന്നെ പറയാവുന്ന ഒരു ആളുണ്ടായിരുന്നു, ഒരു മുള്ളൻ മുഹമ്മദ് ആജിയുടെ. ഇത് ഇവരുടെ അദ്ദേഹത്തിന്റെ മോനെ ഇങ്ങനെ പലരെയും കണ്ടിരുന്നു. അപ്പോൾ ഇവരൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ കേസ് വിട്ടു വന്നിട്ടും ഒക്കെ ജോലി ചെയ്യുന്നത് ഈ ദേശമംഗലം മനയുടെ കീഴിലുള്ള തോട്ടത്തിലും. അപ്പോ ഇത് ഏതെങ്കിലും ഒരു വർഗീയ പ്രശ്നമൊന്നും ആ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടില്ല. അല്ല, മാത്രമല്ല യഥാർത്ഥത്തിൽ 1921 ഈ സംഭവം ഉണ്ടായത്. നിലമ്പൂർ അതിനുശേഷം 100 കൊല്ലത്തിനിടയിൽ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമുദായിക സംഘർഷം നമ്മുടെ ചരിത്രത്തിന്റെ ഓർമ്മകളിൽ ഇല്ല എന്നുള്ളതാണ് വാർത്ത. അങ്ങനെ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു കണക്ക് തീർക്കാനുണ്ടെങ്കിൽ ഒരിക്കലും അത് കണക്ക് തീർക്കാതെ പോകില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നിങ്ങൾക്ക് ആ ചരിത്രപരമായ ഓർമ്മകൾ വസ്തുനിഷ്ഠമാണെങ്കിൽ തീർച്ചയായും ആ പകയുടെ കനലുകൾ അവിടെ ഉണ്ടാവും. പക്ഷെ നിലമ്പൂർ അത് കാണുന്നില്ല. നിലമ്പൂർ മാത്രമല്ല, ഞാൻ ഈ മലബാർ കലാപമായിട്ട് ബന്ധപ്പെട്ട ഞങ്ങളുടെ ഗ്രാമം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ ഒരു അവിടെയൊക്കെ ഈ വലിയ ഗോപാലക്കാരൊക്കെ പ്രത്യേകം അവിടെ ഒരു കടറുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു കടറുണ്ട്. പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് വരേണ്ട ഒരു പകയോ വിദ്വേഷമോ മുസ്ലിങ്ങളും മറ്റു സമുദായക്കാരും തമ്മിൽ എവിടെയും കാണാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഈ നിലമ്പൂരിനെ കുറിച്ച് നിങ്ങൾ നടത്തിയ പഠനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ഒരു നിരീക്ഷണം എന്താണ്? യഥാർത്ഥത്തിൽ ഈ സംഘർഷങ്ങൾക്ക് കാരണമായ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ്? ഇത് ഒക്കെ പൊളിറ്റിക്സിന്റെ ഭാഗമായി മാറുന്നു. അത് രാജ്യം എന്താകുന്നു, രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങൾ എന്താകുന്നു,
അവരുടെ ഭാവി എന്ത്, അവരുടെ ജീവിത സാഹചര്യങ്ങൾ എന്ത് എന്നുള്ളതൊന്നൊക്കെ അപ്പുറം. അതിപ്പോ കണ്ടംപററി പൊളിറ്റിക്സ് ആണ് ഞാൻ കേൾക്കേണ്ടത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും വലിയൊരു സംഘർഷത്തിലേക്ക് ചാടി വീണത്? അത് അവിടെ നിങ്ങളുടെ ഒരു നിരീക്ഷണം എന്താ, നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? അല്ല, നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ മറ്റു പ്രശ്നങ്ങളിലേക്ക് വീണിട്ടില്ല. അത് ഈ ഒരു ഭാഗത്ത് പൂക്കോട്ടൂർ ഭാഗത്തുള്ള പ്രശ്നങ്ങളല്ല നിലമ്പൂരുള്ളത്. പൂക്കോട്ടൂർക്കാർ ഇവിടെ വന്ന് അതിന്റെ സംഭവങ്ങളാണ് ഒരു ഭാഗത്ത് നടക്കുന്നത്. മറ്റൊരു ഭാഗത്ത് മറ്റൊരു ഏരിയയാണ് കിഴക്കൻ എറണാകുളത്തിലാണ് കാളികാവ്, ആ ഭാഗത്തുള്ള സംഭവങ്ങൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നിലമ്പൂർ ഭാഗത്ത് നിലമ്പൂർ ആസ്ഥാനമായിരുന്നു കുറച്ച് ദിവസങ്ങൾ. ഈ മലയാള രാജ്യത്തിന്റെ ആദ്യത്തെ ആസ്ഥാനം നിലമ്പൂരിലെ ഒരു സ്കൂളിന് തൊട്ടുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അത്. അതിപ്പോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്കൂളിന്റെ മുൻഭാഗമായിട്ട് ഉണ്ട്. പക്ഷെ അവിടെ ആ മുമ്പുണ്ടായിരുന്ന കെട്ടിടപ്പഴമില്ല. എന്റെ ചെറുപ്പത്തിലൊക്കെ ആ കെട്ടിടം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഇതാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഏതായിരുന്നാലും അത് ഒരു ആസ്ഥാനം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ഈ കമാൻഡന്റ് ബാറ്റിൽ ഒരാളായിരുന്ന നിലമ്പൂർ പ്രദേശത്ത് മൂപ്പരെ ഏൽപ്പിച്ച ഒരാളുണ്ട്, ഉണ്ണിത്തറി എന്ന് പറഞ്ഞു. ഈ ഉണ്ണിത്തറി വാര്യംകുന്നത്തിന്റെ പല ഭാഗങ്ങളും പലർക്കും ഏൽപ്പിച്ചു. അപ്പൊ അതില് ഒരാളുണ്ട്, ഒരു ഉണ്ണിത്തറി. ഈ ആ കമാൻഡർ ഉണ്ണിത്തറിയെ 1921 ഒക്ടോബർ 28 ഒരു ആക്രമണത്തില് ബ്രിട്ടീഷുകാരെ കൊല്ലുകയാണ്. അയാളെയും 100 പേരെയും കൂടി കൊല്ലുന്നുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ട ഓർമ്മകളും ബാക്കിയുള്ളതും കേട്ട അയാളുടെ മോന് ഉണ്ട്. അയാളുടെ മോമനല്ല, പേരമകൻ, അയാളുടെ മകളുടെ മകൻ. അദ്ദേഹത്തിന് പേര് ഉണ്ണിത്തറി തന്നെ. അദ്ദേഹത്തിന് ഉമ്മ പറഞ്ഞു കൊടുത്ത കുറെ ധാരണകളുണ്ട്. ഇവിടുന്ന സംഭവങ്ങൾ നടന്നത് ഇന്ന സ്ഥലത്തായിരുന്നു, അടക്കിയത് ഇന്ന സ്ഥലത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുമുണ്ടി എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട് അവിടെ, പഴയ പള്ളിയാണ്. ആ പള്ളിയുടെ അടുത്താണ് അടക്കിയത്, ഇന്ന രീതിയിലാണ് സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത അറിവുകളുണ്ട്. ഇതുപോലെ ഈ പ്രദേശത്തിന്റെ ഒരു നമ്മൾ വേറെ നോക്കി കഴിഞ്ഞാൽ ഈ വാര്യംകുന്നന്റെ പൊളിറ്റിക്കൽ ലൈഫുമായിട്ട് വളരെ ഡീപ്ലി കണക്റ്റഡ് ആയിട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ അദ്ദേഹം ആ പ്രദേശത്തു നിന്നാണ് അദ്ദേഹത്തെ പിടികൂടുന്നത്. അവിടെയാണ് ഗറില്ല പോരാട്ടം ചെയ്തത്. അത്തരം സ്ഥലങ്ങളിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ഓർമ്മകളോ കിട്ടുന്ന അദ്ദേഹം ഈ പ്രത്യേകിച്ച് വാര്യംകുന്നനുമായിട്ട് ബന്ധപ്പെട്ട് പേഴ്സണൽ ആയിട്ടുള്ള മെമ്മറീസ് വല്ലതും ഉള്ള ആളുകളെ കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഇല്ല. അത് കന്ദലൂർ താമിയെ കുറിച്ച് നമ്മള് കന്ദലൂർ താമിയുടെ മെമ്മറി എനിക്കൊന്നും അത് കോടൂരാന്ന് തോന്നുന്നു. കോടൂരാണ് കണ്ടെത്തിയത്. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കോയമ്പത്തൂരില് അങ്ങനെ കുറിപ്പ് മോനെടുത്ത് കാണിച്ചു കൊടുത്തു. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഈ പ്രദേശത്ത് ഇല്ല, ഇപ്പൊ അവിടെ ഇല്ല. അവരെ അവിടെ മുമ്പ് വന്നിട്ട് പന്തലൂർ കുറച്ചങ്ങോട്ട്, നിലമ്പൂരിൽ കുറച്ചങ്ങോട്ട് പോയാലേ പന്തലൂർ എത്തുന്നു. അതെ. ഇപ്പോ പിന്നെ ഈ ഒതായിലെ പള്ളിയില് ഈ വെടിയുണ്ടയുടെ അടയാളങ്ങളുണ്ട്. അവിടെ പിന്നെ അവര് ബ്രിട്ടീഷുകാരെന്താണ് അവർ പറഞ്ഞത്, പക്ഷേ അയാൾ ബ്രിട്ടീഷുകാരായ ഗുർഖാ റെജിമെന്റിലുള്ള ആളാണ്. അദ്ദേഹമാണ് അവിടെ കമാൻഡറായിരുന്നത്. അദ്ദേഹം വെടിവെപ്പിൽ കൊല്ലപ്പെട്ട സ്ഥലം. അവിടെ 27 ആളുകൾ മരിച്ചിട്ടുണ്ട്. 27 ആളുകളിൽ 3 പേര് രക്ഷപ്പെട്ടു എന്നാണ് അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. പിൽക്കാലത്താണ് 3 അല്ല 4 ആൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയത്. അവിടെ ഇപ്പോഴും വാതിലിന്റെ ജനലിലും ഒക്കെ വെടിയുണ്ടയുടെ പിന്നെ തറച്ച അടയാളങ്ങളുണ്ട്. അതുപോലെ ഈ പിന്നെ കലാമുല അദ്ദേഹത്തെ പിടികൂടിയ സ്ഥലം, ആ സ്ഥലത്ത് ഒരു പിന്നെ പ്രത്യേക പാർക്ക് ഏരിയ ഒക്കെ ആയിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ആ തരത്തിലുള്ള ഒരു മെമ്മോറിയൽ സംഗതികളൊന്നും യഥാർത്ഥത്തിൽ ഒരു വളരെ ഒരു ദീർഘമായിട്ട് നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രാദേശിക സമരത്തിന്റെ ആയാലും ശരി വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. തീർച്ചയായും കൊളോണിയൽ ഭരണത്തിന്റെ പ്രധാനപ്പെട്ട സ്മാരകങ്ങൾ അവിടെ ഉണ്ട്. നിങ്ങൾക്ക് തേക്ക് മുഖ്യ മ്യൂസിയം അവിടെ ഉണ്ട്. കൊളോണിയലുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ എല്ലാ നേട്ടങ്ങളും പിന്നെ പ്രൗഢിയോടെ സൂചിപ്പിക്കുന്ന എല്ലാം ഉണ്ട്. എന്നാൽ നമ്മുടെ ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് വന്ന പ്രാദേശിക ജനവിഭാഗങ്ങളുടെ സമരത്തിന്റെ ഓർമ്മകളെ സൂക്ഷിക്കുന്ന ഒന്നും ഇല്ല എന്നുള്ളത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായില്ലേ? ഒന്നാമത് നമ്മുടെ ഈ രീതിയിലുള്ള ഒരു പഠനവും അന്വേഷണവും കാര്യമായിട്ട് ആരുടെ ശ്രദ്ധയിൽ വരുന്നില്ല. കുറേയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും അതിന് സീരിയസ് ആയ ഒരു ഇതാവും. ഇപ്പോഴും നമ്മളെ അവിടെ പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ പേരിലാണ് പാർക്കുള്ളത്. പിന്നെ തേക്ക് മ്യൂസിയം ഉണ്ട്. കൊണോളിയുടെ പേരിലാണ് കൊണോളി അല്ല, അത് യഥാർത്ഥത്തിൽ ചാത്തുമേനോനാണ് അത് വെച്ചുപിടിപ്പിക്കുന്നത്. ചാത്തുമേനോന്റെ സ്മാരകമായിട്ട് ചാത്തുമേനോന്റെ സ്മാരകമായിട്ട് വരുന്നതാണ്. ഇപ്പോഴും കൊണോളിയെ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ ഭരണാധികാരികളോടുള്ള ഒരു വിധേയത്വവും നമ്മളുടെ മനസ്സിന്ന് വിട്ടു അറിയില്ല. നമ്മുടെ അത് കുഴപ്പമില്ല, അത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സമരത്തിൽ പങ്കെടുത്ത ആളുകളും ജനനേതാക്കളുമായിട്ടുള്ള ആളുകളെ
ആദരിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊരു വലിയൊരു ഗുരുതരമായിട്ടൊരു പ്രതിസന്ധി. ആദരിക്കുന്നതിൽ പരാജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ എം എസ് പി എന്നത് പ്രകടമായും അത് പിന്നെ ഹിച്ച്കോക്ക് ഉണ്ടാക്കുന്നത് ഈ 1921 നേരിടുന്നതിന് വേണ്ടിയാണ്. അത് അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് അവർ മാപ്പിള ഫെനാറ്റിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് വെച്ചുകൊണ്ട് തന്നെയാണ് എം എസ് പിയുടെ വെബ്സൈറ്റിൽ ബാക്കി കാര്യങ്ങളുള്ളത്. അത് സ്വന്തം നേടി 75 കൊല്ലം കഴിഞ്ഞിട്ടും അതേ രീതിയിൽ അത് സമൂഹത്തെ പിന്നെ എങ്ങനെ ബാധിക്കും എന്നുള്ളത് അതൊരു അത്ഭുതകരമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് 57 സർക്കാർ പല കാര്യങ്ങളിലും തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. കാരണം മുസ്ലിങ്ങളുടെ നേരെ ആ പ്രദേശത്ത് മലബാറിൽ പ്രത്യേകിച്ച് ഈ എറണാടോ എല്ലൂരാട് താലൂക്കുകളിലൊക്കെ ഉണ്ടായിരുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ, അവരുടെ ഗ്രാമങ്ങളിലെ പ്രശ്നങ്ങൾ, പള്ളി പണിയുന്നതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ, അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങളും അതിലൊക്കെ തന്നെ ഒരു വലിയ പരിധിവരെ മാറ്റങ്ങൾ കൊണ്ടുവരികയും മുസ്ലിം കലാരൂപങ്ങളെ, ഇസ്ലാമിക കലാരൂപങ്ങളെ യൂത്ത് ഫെസ്റ്റിവലിന്റെ ഭാഗമായി കൊണ്ടുവരികയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു സർക്കാരായിട്ട് അതിനുശേഷമുള്ള സർക്കാരുകൾ, ഇടതുപക്ഷ സർക്കാരുകൾ. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രദേശത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് സംരക്ഷിക്കാതെ ഇരുന്ന് അതുകൊണ്ടായിരിക്കുമോ ഇപ്പൊ ഈ ഹാംലെറ്റ് രാമന്മാരൊക്കെ ഈ കൊടുവാളെടുത്ത് ഇപ്പോ ചരിത്രം അവരീ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഭയപ്പെടുന്നത് ഇപ്പൊ 100 കൊല്ലം കഴിയുമ്പോഴേക്കും ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ 50-ാം വാർഷികത്തിലോ 75-ാം വാർഷികത്തിലോ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇതിനെക്കുറിച്ച് ഓർമ്മയുള്ള ആളുകൾ അന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഇപ്പൊ അവരുടെ മക്കൾ എന്നിൽ നിന്ന് മാറി പേരമക്കളിലേക്ക് വരുമ്പോ ഇപ്പോ ഈ രീതിയിൽ കഥകൾ വന്നാൽ പിന്നെ 100 വർഷം കൂടി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഈ മാനുഫാക്ചറിങ് കൺസെപ്റ്റ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതേമാതിരി മാനുഫാക്ചർഡ് ഹിസ്റ്ററി ഈസ് ബീങ് ഇമ്പോസ്ഡ് ഓൺ ദ ലോക്കൽ പോപ്പുലേഷൻ എന്നുള്ളതാണ്. അതുകൊണ്ടായിരിക്കുമോ ഇപ്പൊ സമീപകാലത്ത് ഈ സമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ, ഈ സമരത്തിന്റെ ഭാഗമായിരുന്ന ആളുകൾ അവർ ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിച്ചതാണ് പെൻഷൻ പോലും കൊടുത്തത്. ഇപ്പോ ആ ലിസ്റ്റ് മാറ്റി സംഭവിച്ചിരിക്കുന്നതാണ്. ആ ലിസ്റ്റ് മാറ്റി. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരം നിങ്ങളിപ്പോൾ ചെയ്ത മാതിരിയുള്ള ഒരു പ്രാദേശിക പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ ഡീപ്പായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള ചരിത്ര പഠനം നേരത്തെ നടന്നത് അത് അക്കാദമിക തലത്തിൽ അംഗീകാരം നേടിയിരുന്നെങ്കിൽ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ നമ്മുടെ ഒരു അക്കാദമിക് ചരിത്രത്തെ കുറിച്ച് ഈ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അക്കാദമിക് ചരിത്രത്തെ കുറിച്ച് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകും. ഇപ്പോൾ ഡോക്ടർ കെ എൻ മണിക്കായാലും ശരി, അതുപോലെ തന്നെ ഈ ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു സ്കോളർ ഉണ്ട്, നമ്മുടെ പണിക്കരുണ്ട്, അതിനുശേഷം ഗംഗാരം മാഷുണ്ട്, അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഈ പഠനങ്ങളിലൊക്കെ ഒരു 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 അപൂർണത അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഗ്രാസ് റൂട്ട് ലെവൽ സ്റ്റഡി ഇല്ലാത്തതായിട്ട് തോന്നുന്നുണ്ട്. ഇതില് കുറച്ച് കൂടുതൽ ഈ ഫീൽഡിൽ ഇപ്പൊ ഞാൻ 4 വർഷത്തോളം ഇതിൽ പലയിടത്തായിട്ട് കറങ്ങിയിട്ടുണ്ട്. അത്ര കൂടുതൽ ഫീൽഡിൽ ഇറങ്ങാത്തതിന്റെ ചെറിയത് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒറ്റ ഉദാഹരണം പറയാം. എന്നോട് പിന്നെ കുരുവമ്പലം എന്ന് പറയുന്ന ഗ്രാമം, ആ ഗ്രാമത്തിൽ നിന്ന് ഉള്ള 36 ആളുകളും അതിലെ തൊട്ട ഗ്രാമത്തിൽ നിന്നുള്ള 5 ആളുകൾ ഉൾപ്പെടെ 41 പേര് വേഗണിൽ മരിച്ച 70-ൽ 66 മുസ്ലിങ്ങളാണല്ലോ. അതിൽ 41 പേര് ഈ പ്രദേശത്ത് നിന്നാണ്. കുരുവമ്പലം എന്ന് പറഞ്ഞാൽ പുരാമന്തോളം അടുത്ത് അവിടെ ഒരു സ്മാരകമൊക്കെ നാട്ടുകാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഉത്തരവാദപ്പെട്ട ആൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, കുരുവമ്പലത്ത് വാഗൺ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുസ്മരണ പരിപാടിക്ക് വാഗൺ ഈ സ്വാതന്ത്ര്യ സമരം 21 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡോക്ടറേറ്റ് നേടിയ ഒരു മാന്യ പണ്ഡിതനെ അവർ വിളിക്കാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചത് കുരുവമ്പലം 921 തമ്മിൽ എന്താ ബന്ധം എന്നായിരുന്നു. ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇപ്പോ ഞാൻ പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പിന്നെ ആളുകളെ പറയുന്നതിനിടയ്ക്ക് ഇപ്പൊ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷം മറ്റു വന്ന ഒരു ലേഖനത്തിൽ ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയ ഒരു ഗവേഷകൻ അദ്ദേഹം എഴുതുന്നു, ഇതിലുള്ള പിന്നെ മാപ്പിളമാരില്ലാത്ത ആളുകളുടെ പട്ടികയിൽ ഏനാദി എന്ന് പറഞ്ഞൊരു പേരും കൂടി ഉൾപ്പെടുത്തി. ഏനാദി എന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് കുടുംബവും ബാക്കിയുള്ളവരൊക്കെ അവിടെ ഈ ഗുരുവമ്പലത്തിലുള്ളതാണ്. ഏന്തിയാണത്. ഇത് മുസ്ലിം പേരാണ്, മാപ്പിള പേരാണ്. അപ്പൊ ഇത്രയും ഗവേഷണം നടത്തിയ ആളുകൾ പോലും പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ ആ റസാഖിന്റെ പറമ്പിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ആംഗിൾ കൂടിയുണ്ട്. 1830 മുതൽ നിരന്തരമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് അവിടെ ഏകറ്റുണ്ട്. 1921 വരെ ഒരു 90 വർഷക്കാലം നിരന്തരമായ സമരങ്ങളുണ്ട്. അവിടെ ധാരാളം പേര് ബ്രിട്ടീഷുകാരായാലും അല്ലാത്തവരും മരിച്ചു കൊണ്ടിട്ടുണ്ട്, അടക്കിയിട്ടുണ്ട്. പക്ഷേ ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകളുടെ പിന്നെ സ്മാരകങ്ങൾ പോലും അവിടുന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങളൊരാളോട് സമരം ചെയ്തു, ആ സമരം ചെയ്ത ആളുടെ ബോഡി അവിടെ ഇല്ല, അയാളുടെ സ്മാരകങ്ങളില്ല. അപ്പൊ നിങ്ങൾ ആരോട് സമരം ചെയ്താൽ നിങ്ങൾ പറയാ. അപ്പൊ ചരിത്രപരമായിട്ട് ഈ ചരിത്രത്തെ എന്താ പറയാ നീക്കം ചെയ്യൽ ഇത് എത്രത്തോളം ഗുണം ചെയ്യും ഒരു സമുദായത്തിന്?
ഞാൻ പുസ്തകത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കപ്പെടണം, എങ്കിൽ മാത്രമേ ആരോടാണ് ആരോടാണ് മറ്റേ ഇയാള് ചെയ്ത മാതിരി എന്താ പറയാ സെർവാന്റസിന്റെ കഥാപാത്രം ചെയ്ത മാതിരി ഇത് ബ്രിട്ടീഷുകാരോടായിരുന്നു എന്നുള്ളതിന് പിന്നെ അതിന് അവിടെ മരിച്ചുകൂടെ മനുഷ്യരാണ്. അപ്പൊ മലപ്പുറത്ത് അതുണ്ട്. അതുപോലെ ഇപ്പോ ഈ ഈറ്റന്റെ ഒരു ഉണ്ടായിരുന്നു, ഒരു സ്മാരകം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അത് പിന്നെ PWD വർക്കിന്റെ ഭാഗമായിട്ട് മറ്റോ അത് പൊളിച്ചു മാറ്റി. അത് പ്രൈവറ്റ് ആ തരത്തിലൊരു അവബോധം ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വളർന്നു വരുന്നതായി തോന്നുന്നുണ്ട്. നമ്മുടെ ചരിത്രം അതിന്റെ നല്ലതും ചീത്തയുമായ വംശങ്ങളുണ്ട്, തെറ്റും ശരിയും ഉണ്ട്. പക്ഷെ ഇതെല്ലാം ചരിത്രമാണ്, അത് സംരക്ഷിക്കപ്പെടണം എന്നൊരു തോന്നൽ താങ്കൾക്ക് ഇപ്പൊ അങ്ങനെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ബന്ധപ്പെടുന്ന ആളുകളിൽ ഇങ്ങനെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ അവർക്ക് അത് ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഉദാഹരണമായിട്ട് ഇപ്പൊ ഈ തൃക്കലമൂട് തന്നെ, തൃക്കലമൂട് 4 ആളുകൾ, ഈ 4 ആളുകൾ മാത്രമല്ല വേറെയും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ അന്വേഷണം നടത്തുമ്പോൾ നമ്മളൊരു സുഹൃത്തിൻ്റെ അടുത്ത് പോയി. അപ്പോൾ അദ്ദേഹം വേറൊരാളെ വിളിക്കുന്നു, അതെൻ്റെ വല്യപ്പ എവിടെ മരിച്ചത് ഇന്ന സ്ഥലത്ത്. അപ്പോൾ എൻ്റെ വല്യപ്പ, അപ്പോൾ അയാൾ വേറൊരാളുടെ നമ്പർ കൊടുക്കുന്നു. ഈ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഞാൻ അറിയുന്ന 4 ആളുടെ ഉപ്പയുടെ ഒക്കെ ഉപ്പ ഈ ബെല്ലാരിയിലും സേലത്തും അവിടെ ഇവിടെയൊക്കെ തൂക്കിലേറ്റപ്പെട്ടവരാണ്. ഇത്തരം നിരവധി ആളുകളുടെ നാടാണ് ഈ തൃക്കലമൂട് എന്ന് പറഞ്ഞത്. അപ്പോ അവിടെ ഒരു സ്മാരകം പഞ്ചായത്തിന്റെയോ അതല്ലെങ്കിൽ അതെ, അപ്പൊ അതിനുള്ളതെന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ അനന്തരഗാമികളൊന്നുമില്ല. ഇവരവിടെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്തൊക്കെ വളരെ സജീവമാണ്, ഗ്രന്ഥാലയങ്ങളിലൊക്കെ വളരെ സജീവമാണ്. ഇത് ഒരു പ്രശ്നവും യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഈ 100 വർഷത്തിനിടയിൽ KK കോടൂരിനെ പോലുള്ള ആളുകൾ നടത്തിയ പഠനം എത്ര പാടുവിട്ട് ആ പുസ്തകം തന്നെ എങ്ങനെ ഫുള്ളായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ട് പോലും ഇതിനൊരു ഉപേക്ഷ, ഇത്തരം കാര്യങ്ങൾ ഒരു പൂർണ്ണമായിട്ടുള്ള അവഗണന സംഭവിച്ചിട്ടില്ലേ? യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓരോരുടെ പുസ്തകം തന്നെ, ആ പുസ്തകം വളരെ ചെറിയ ടൈപ്പിൽ ആണ് അച്ചടിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഫോട്ടോകൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അത് തന്നെ വിപുലമായി അദ്ദേഹം തയ്യാറാക്കി ഒന്ന് വരാനിരിക്കുന്നു എന്ന് പറയുന്നു. പക്ഷെ ഇപ്പൊ എന്റെ സുഹൃത്തുക്കള് പിന്നെ അത് കിട്ടാനില്ല. അത് അവര് എന്റെ ചില സുഹൃത്തുക്കൾ KMCC ആയിട്ട് ബന്ധപ്പെട്ട ചില സുഹൃത്തുക്കള് പൊളിറ്റീഷ്യൻസ് ഒക്കെയാണ്. അവർ അദ്ദേഹത്തിന്റെ വീട്ടിലും മറ്റുള്ളവർക്കൊക്കെ പോയി എവിടെയോ അത് കാണുന്നില്ല. അതില്ലാത്തൊരു നഷ്ടമാണ് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം. ഈ വൈകിയാണെങ്കിലും നമ്മുടെ ചരിത്രത്തിന്റെ യഥാർത്ഥത്തിലുള്ള അടിവേരുകൾ തിരിച്ചു പിടിക്കാനുള്ള ഈ ശ്രമം മലബാറിന്റെ മാത്രമല്ല കേരളത്തിന്റെയും ദേശീയ രാഷ്ട്രീയത്തിന്റെ, നമ്മുടെ സമരചരിത്രത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചതിന് വളരെ നന്ദി. താങ്ക്സ്.